Namaste, my dear students. Today we are going to start the chapter Introduction to Email. What is meant by email? അറിയുണ്ടാവും അല്ലേ? എന്താണ് ഇമെയിൽ അല്ലെങ്കിൽ മെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്ന കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്തായിരുന്നു? നമ്മൾ പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരാളായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല. ഇന്നൊക്കെ ലെറ്റർ തന്നെ എഴുതണമായിരുന്നു അല്ലേ? ഇപ്പോൾ ഒരു അമേരിക്കയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ബോംബെയിലോ അവിടെയൊക്കെയുള്ള ഒരാളെ നമ്മുടെ റിലേറ്റീവ്സിനെ നമുക്ക് ഒരു കാര്യങ്ങൾ അറിയിക്കണമെന്നുണ്ടെങ്കിൽ we must write the letter on a paper, and these papers are sent using the different services, that is through post, through courier, or etc. For that, the courier service or the postal service will use trucks, train, ships, airplanes, etc. It will take some more days to reach the letter. അല്ല, ആലോചിച്ചു, ഇവിടുന്ന് ഡൽഹിക്ക് ഒരു ലെറ്റർ പോകണമെങ്കിൽ ട്രെയിനിലാണ് പോകണമെങ്കിൽ ആ ട്രെയിൻ അവിടെ ഓടി എത്തണ്ടേ? എങ്കിലേ ലെറ്റർ കിട്ടുള്ളൂ. ഇപ്പോൾ ഫ്ലൈറ്റ് വഴി വിട്ടാലും ശരി എന്ത് ചെയ്യണം? ഫ്ലൈറ്റ് വഴി ദുബായിക്ക് ഒരു ലെറ്റർ വിടുകയാണ്. വി ആർ സെൻഡിങ് എ ലെറ്റർ ടു ആൻ അബ്രോഡ് പ്ലേസ് ത്രൂ എയർപ്ലെയിൻ. ഫ്ലൈറ്റ് വിൽ ടേക്ക് ദ റണ്ണിങ് ടൈം അല്ല. അപ്പോൾ എന്താണ്, നമുക്ക് ആ ലെറ്റർ അവിടെ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. പക്ഷെ അത് നിവൃത്തിയില്ല, പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അത്തരം മെയിൽസിനൊക്കെ സ്നെയിൽ മെയിൽ എന്നാണ് പറയുന്നത്. സ്നെയിൽ മെയിൽ, അതായത് ഇറ്റ് വിൽ ടേക്ക് ടൈം ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ അല്ല. നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ വിട്ട് അത് അവിടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്ന സമയത്ത് എന്താണ്, കുറച്ച് ടൈം എടുക്കും. പണ്ട് കാലത്ത് അത് ചെയ്യാൻ പറ്റില്ല, പേപ്പറിലൊക്കെ എഴുതി അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു. The technology has advanced and so many inventions are made to that. For that, nowadays we are using the electronic medium for communication. That is through laptop, through computer, through mobile phone, or through any electronic gadgets. Okay. Through with the help of these electronic gadgets, we are sending the mail, and that type of mail is known as email. That is email, or we can say electronic mail. Okay, we can say email as an electronic mail. Mail which is sent using an electronic device, either through any of them, that is through laptop, mobile, tab, anything. Okay. എങ്ങനെ നമ്മളിത് സെൻഡ് ചെയ്യാം? നമ്മുടെ കയ്യിൽ ലാപ്പ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു മൊബൈൽ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഇല്ല. ഇനി ഇന്റർനെറ്റ് കണക്ഷൻ അല്ലേ? വെൻ യു ആർ ഇൻ ഓൺലൈൻ you can send in an email with the help of our electronic device. So that type of mail is known as email. Okay, I think it's clear. എന്തൊരു ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അയക്കുന്ന മെയിലുകളെയാണ് നമ്മൾ ഇലക്ട്രോണിക് മെയിൽ എന്ന് ഓർ ഇമെയിൽ എന്ന് പറയുന്നത്. സോ നമുക്ക് ജസ്റ്റ് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത്. Okay, so electronic mail is a mail sending or receiving message using the computer which has an internet connection. അത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇന്റർനെറ്റ് കണക്ഷൻ വേണം. ഞാനൊരു ഫോൺ വാങ്ങിച്ച് അതിനപ്പം തന്നെ എനിക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിനെന്ത് വേണം? ഒരു ഇന്റർനെറ്റ് കണക്ഷൻ നമുക്ക് വേണം അല്ല. നെറ്റ് കണക്ഷൻ ഇല്ലാത്തൊരു ഫോൺ ഉണ്ടായിരിക്കും. പഴയ ഫോണൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, ടച്ച് സ്ക്രീൻ ഒന്നും ഇല്ലാത്ത സാധാ ഫോണൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നെറ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സ്മാർട്ട് ഫോണിലും നമ്മൾ നെറ്റ് കണക്ഷൻ കൂടി അതിലുണ്ടായിരിക്കും. സോ അത്തരത്തിലുള്ള നെറ്റ് കണക്ഷനുള്ള എനി ഇലക്ട്രോണിക് ഡിവൈസ് വി ക്യാൻ സെൻഡ് ഓർ റിസീവ് മെയിൽ. ഓക്കെ, എന്താ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ഓൺലി ഫ്യൂ സെക്കൻഡ്സ്. നമ്മൾ മെയിലുകൾ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഒരു ക്ലിക്കിലൂടെ മാത്രം ആ മെയിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം, ഒരു ഫ്യൂ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ അത് ആ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഡിസ്റ്റൻസ്, ഒരു ജിയോഗ്രാഫിക്കൽ ഡിസ്റ്റൻസ് ഒരു ഘടകമേ അല്ല. ഇറ്റ്സ് നോട്ട് എ ഫാക്ടർ. അതായത് ഏത് ഡിസ്റ്റൻസിൽ എത്ര കിലോമീറ്റേഴ്സിന് അപ്പുറമുള്ള ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ആണെങ്കിലും അവിടേക്ക് ആ മെയിൽ ഓൺ ദ സ്പോട്ടിൽ ആ ഫ്യൂ സെക്കൻഡ്സിനുള്ളിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മെയിൽ അയക്കുന്ന സമയത്ത് തന്നെ വേറെ അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. വി ക്യാൻ ആഡ് വീഡിയോ, വി ക്യാൻ ആഡ് മ്യൂസിക് ഫയൽസ്, വി ക്യാൻ ആഡ് ഫോട്ടോസ് വിത്ത് ദാറ്റ് ഇമെയിൽ. ഇൻ ഓൾഡ് ഡേയ്സ് നമുക്ക് ഇവിടെ ട്രഡീഷണൽ മെത്തേഡൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന സമയത്ത് പെൻ ആൻഡ് പേപ്പർ മാത്രമേ പറ്റുള്ളൂ. അവിടെ നമുക്ക് സൗണ്ട് അയക്കാൻ വേണ്ടി പറ്റുള്ളൂ. വി കാൺട്ട് സെൻഡ് സൗണ്ട് ഓർ വീഡിയോസ് ഇൻ അവർ ട്രഡീഷണൽ മെത്തേഡ്. ഓക്കെ,
But in electronic mail, we can send our video, our audio, we can include the document also. If you want to send a file, or if you want to send a Word file, or if you want to send a Excel file, we can add that file along with that email and can send that mail to our relative or to our destination place. Okay. For that, പണ്ട് കാലത്തൊക്കെ നമ്മളെ മെയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പോസ്റ്റ് ഓഫീസിൽ വന്നു അല്ല, ഒരു പോസ്റ്റ് ഓഫീസിലല്ലേ നിങ്ങൾക്ക് ലെറ്റർ എഴുതി കഴിഞ്ഞാൽ എവിടെയെങ്കിലും റോഡ് കൊണ്ടിടാൻ വേണ്ടി പറ്റും ഇല്ല. either we must use the post box or we must give the letter to the we must give the letter in the post office. From the post office they will deliver the letter. അങ്ങനെയാണ്. സോ ഇതിനും അതേപോലെ തന്നെ ഇലക്ട്രോണിക് മെയിലിൽ നമുക്കൊരു സർവീസ് ഉണ്ടായിരിക്കും. ഒരു ഈ പോസ്റ്റൽ സർവീസ് നമുക്ക് ചെയ്ത് തരും, ഈ മെയിൽ സർവീസ് നമുക്ക് ചെയ്തു തരുന്നത്. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് മൂന്ന് സർവീസുകളാണ് ജിമെയിൽ, യാഹൂ, റെഡിറ്റ്. ജസ്റ്റ് ചെയ്യുക ജിമെയിൽ, യാഹൂ, റെഡിറ്റ്. ഇങ്ങനെ മൂന്ന് സർവീസാണ് മെയിൻ ആയിട്ടുള്ള ഈ ഒരു നവ ഡേയ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ട് വരുന്ന മെയിൽ സെർവേഴ്സ്. ഓക്കെ, ഇറ്റ്സ് സിമിലർ ലൈക്ക് ദ പോസ്റ്റ് ഓഫീസ്. നമ്മൾ ജസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ അറിയില്ല ജിമെയിൽ അക്കൗണ്ട് ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. സോ ഇതേപോലെ ഒരു അക്കൗണ്ട് നമുക്കുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ടിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നമ്മുടെ ഫ്രണ്ടിനോ റിലേറ്റീവിനോ ആർക്കാണോ നമ്മൾ മെയിൽ അയക്കുന്നത് അവർക്ക് ആ മെയിൽ നമുക്ക് അയക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് നമുക്കൊരു അഡ്രസ് ഉണ്ടായിരിക്കും അല്ലേ. വി ക്യാൻ സേ ഇറ്റ് ആസ് ദ ഇമെയിൽ അഡ്രസ്. നിങ്ങളൊരു ഇമെയിൽ അഡ്രസ് computer viva.computer@gmail.com, similar like that. Okay, so introduction to email എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലായിട്ട് നമ്മൾ കാണുന്നത് അതാണ് ഇമെയിൽ എന്ന് പറഞ്ഞാൽ. വാട്ട് ഈസ് എൻ ഇമെയിൽ? Email or electronic mail is a method of sending or receiving messages to a computer. It has an internet connection. That is the main thing. Internet connection ഉള്ള ഒരു കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യും. Okay, next we are going to see some of the advantages. Advantages എന്ന് പറഞ്ഞാൽ what is the advantage? നമുക്ക് അതിൻ്റെ കുറച്ച് ഉപയോഗങ്ങൾ നമ്മൾ ഇമെയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേഴ്സണലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് ഈസ് ചീപ്പ്. ചീപ്പ് എന്ന് പറഞ്ഞാൽ തീരെ ലോക്കലിനാണ് ഓർക്കും. നോ, ഇറ്റ് ഈസ് വെരി ലെസ് എക്സ്പെൻസീവ്. നോ എക്സ്പെൻസ് ഈസ് നീഡഡ് ഫോർ സെൻഡിങ് എ മെയിൽ ആഫ്റ്റർ അവർ ഇനീഷ്യൽ എക്സ്പെൻസ്. എന്താ ഇനീഷ്യൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് എക്സ്പെൻസ് ചെയ്യണം അല്ലേ. നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങണം, ഒരു നെറ്റ് കണക്ഷൻ വേണം, ഇതെന്തായാലും വേണം. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് നമ്മൾ ആ നെറ്റ് കണക്ഷൻ തീരുന്നത് വരെ നമുക്ക് എത്ര മെയിൽ വേണമെങ്കിൽ മെയിലായിട്ട് നമുക്ക് അയക്കാം. അതെവിടെ അക്രോസ് ദ വേൾഡ് വി ക്യാൻ സെൻഡ് ഇമെയിൽ or we can receive email with that internet connection. No additional charge will be served. Okay, നമുക്ക് ഒരു അഡീഷണൽ ചാർജും ഇല്ലാണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്ന ഒരു എക്സ്പെൻസ്, നമുക്ക് മൊബൈൽ വാങ്ങാനുള്ള എക്സ്പെൻസ്, അതേപോലെ തന്നെ ലാപ്ടോപ്പ് വാങ്ങാനുള്ള എക്സ്പെൻസ്, ദെൻ അതിലേക്ക് നെറ്റ് കണക്ഷൻ വേണ്ട ഒരു എക്സ്പെൻസ്. അതല്ലാതെ വേറെ ഒരു ഫർദർ എക്സ്പെൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളത് ചീപ്പ് എന്ന് പറയുന്നത്. വില കുറഞ്ഞത് എന്നർത്ഥം, ആ ചീപ്പാണ് കേട്ടോ. നെക്സ്റ്റ് ഈസ് ഈസി ടു സ്റ്റോർ. ഈസി ടു സ്റ്റോർ മീൻസ് നമുക്ക് മെയിലൊക്കെ നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് നമ്മുടെ അറ്റാച്ച്മെന്റ്സും നമ്മുടെ ഫയൽസും എല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇനി അതെല്ലാം കമ്പ്യൂട്ടറിൽ ഇല്ലെങ്കിലും ആ മെയിൽ സെർവറിൽ തന്നെ അതുണ്ടായിരിക്കും. ജിമെയിലിൽ എപ്പോൾ നിങ്ങൾ കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് വന്ന അറ്റാച്ച്മെന്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും അത് ഡിലീറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, അതേപോലെ തന്നെയാണ് നമുക്ക് അതിന് ഈസി ടു യൂസ് എന്ന് പറയുന്നത്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അതിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി മെസ്സേജസ് ടൈപ്പ് ചെയ്ത് നമുക്ക് അഡ്രസ് ടൈപ്പ് ചെയ്ത് വളരെ സിമ്പിൾ സ്റ്റെപ്സിലൂടെ നമുക്കത് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് ഇസ് സിമ്പിൾ. യൂസിങ് എ മെയിൽ സർവീസ് കോൺടാക്ട്സ് ക്യാൻ ബി ആഡഡ് ഈസിലി ആൻഡ് ക്വിക്ക്ലി. നമുക്കതിൽ കോൺടാക്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ജസ്റ്റ് ആദ്യത്തെ 2-3 ക്യാരക്ടർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെയിൽ അഡ്രസ്സ് അവിടെ ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, fourth advantage is easy to prioritize. What is the prioritize? നമുക്ക് ആദ്യം ആര് വേണം. ഇപ്പൊ നമ്മൾ കുറേ പലഹാരങ്ങൾ നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏതാദ്യം കഴിക്കുന്ന കൺഫ്യൂഷൻ ആവില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് ആദ്യം കഴിക്കും അല്ലേ.
അതേപോലെ ഇതിലൊരു സബ്ജക്ട് ലൈൻ എന്ന് പറഞ്ഞ ലൈൻ ഉണ്ടായിരിക്കും. ഉം. ആ സബ്ജക്ട് ലൈൻ നോക്കിയിട്ട് നമുക്ക് ആ ലെറ്റർ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം ഓപ്പൺ ചെയ്ത് അതിലേതായ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് ലൈൻ ഏതാണ് നമുക്ക് തോന്നുന്നത് ആ മെയിൽ മാത്രം നമുക്ക് ഫസ്റ്റ് വായിക്കാം. അതിനാണ് ഇൻകമിംഗ് മെസ്സേജിലൊക്കെ നമ്മൾ സബ്ജക്ട് ലൈൻ എന്ന് പറഞ്ഞ ലൈൻ തരും. നമ്മൾ അടുത്ത് കാണുന്നുണ്ട്, അടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് അത്തരം കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഫാസ്റ്റ്. നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലിക്കിലൂടെ എപ്പെട്ട ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനുള്ളിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ആ ഇമെയിൽ അവിടെ റീച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇമെയിൽ ഈസ് ബൈ ഫാസ്റ്റർ മീൻസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഏറ്റവും സ്പീഡായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ് ഇമെയിൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗ്ലോബലാണ്. നമുക്കൊരു ഇന്ന സ്ഥലത്ത് മാത്രമല്ല മെയിൽ കിട്ടുക. ഇപ്പം ഞാനൊരു മെയിൽ അയച്ചാൽ അത് ഇന്ന ഏരിയക്ക് മാത്രമല്ല, ലോകത്തെ എപ്പെട്ട വേണമെങ്കിൽ എനി പ്ലേസ് അവിടെ ഒരു നമുക്കൊരു നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് ഈ മെയിൽ സർവീസ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇൻഫർമേഷൻ അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. ഇൻഫർമേഷൻ വിരലിന്റെ തുമ്പത്ത് നാം ഓർക്കാം. നോ, നമ്മുടെ എല്ലാ ഫയൽസും നമ്മുടെ എല്ലാ ഫോൾഡേഴ്സും എല്ലാം നമ്മളെ ഒരു മൊബൈലിനകത്ത് അല്ലെങ്കിൽ ലാപ്ടോപ്പിനകത്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് ആലോചിച്ച് നോക്കും, നമുക്ക് അത് വേറെ ഷെൽഫുകളോ ക്യാബിനറ്റ്സോ ഫയൽസോ ഒന്നും വേണ്ട. എല്ലാം നമ്മുടെ മൊബൈലിനകത്ത് നമുക്ക് ഒരു ടച്ചിനുള്ളിൽ കിട്ടും. ചിലപ്പോൾ നമ്മൾ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് നമ്മൾ ഫോൾഡേഴ്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക, ഷെൽഫിനുള്ളിൽ വെച്ച് നിങ്ങൾ യാത്ര പോയി പിന്നെ ആ സാധനം കിട്ടണമെങ്കിൽ എവിടെ വേണം? നമ്മൾ വീട്ടിലാണ് വെച്ചെങ്കിൽ ആ വീട്ടിൽ തന്നെ വരണം അല്ലേ? പക്ഷെ ഇതങ്ങനെയല്ല. ഇമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we can access that file, we can access our folder from anywhere we are traveling. Okay, next one is content. Email message may consist of a few lines or thousands of lines. അവിടെ എത്ര ലൈൻ ആയിക്കോട്ടെ. ഇപ്പോൾ മെസ്സേജ് ഒക്കെ നിങ്ങൾ അയക്കുന്ന സമയം നിങ്ങൾ കണ്ടു ചിലപ്പോൾ ഒരു വേർഡ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ സെന്റൻസ് ഉണ്ടായിരിക്കും, നോ പ്രോബ്ലം. അതിൽ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ് സെന്റൻസ് ഉണ്ടായിക്കോട്ടെ, നോ പ്രോബ്ലം. അതിനൊരു ചാർജ് ഉണ്ടായിരിക്കില്ല, അതിന് വെയിറ്റ്ലെസ് ആണ് അല്ലേ? പക്ഷെ പോസ്റ്റ് ഓഫീസിൽ അങ്ങനെയാണോ അല്ലെങ്കിൽ കൊറിയർ അങ്ങനെയാണോ? നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത കവർ അതിൽ വെയിറ്റ് നോക്കിയിട്ടാണ് ചാർജ് ചെയ്യുക അല്ലേ? അപ്പോൾ ഒരു പേജ് ഉള്ളെങ്കിൽ അതിന് അധികം ചാർജ് ഉണ്ടാവില്ല. ഇത് 10-50 പേജ് ഉണ്ടെങ്കിലോ അപ്പോൾ അതിന് കുറച്ച് ചാർജ് വരും, അതിന് വെയിറ്റ് ഉള്ളതെങ്കിൽ. പക്ഷെ ഇമെയിൽ മീൻസ് ഇറ്റ്സ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലൈൻസ് ഓർ പേജസ്. തൗസൻഡ് ആൻഡ് തൗസൻഡ് പേജസ് നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ, വിതൗട്ട് എനി കോസ്റ്റ് the mail will send from from the mail to the sent to the destination point. Okay, next is material communicator. മെറ്റീരിയൽ കമ്മ്യൂണിക്കേറ്റർ നമ്മൾ ഫസ്റ്റ് ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? നമ്മുടെ സിസ്റ്റത്തിലുള്ള സൗണ്ട്സ്, വീഡിയോസ്, പിക്ചേഴ്സ്, എനിത്തിങ് വി ക്യാൻ ആഡ് ടു അവർ മെയിൽ ആൻഡ് വി ക്യാൻ സെൻഡ് ത്രൂ ഇമെയിൽ. Okay, these are some of the important advantages. Just see, first one is cheap, second one is easy to store, third is easy to use, easy to prioritize, fast, global, information at your fingertips, content, material communicate. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൽ കുറേ പോയിന്റ്സ് നമ്മൾ മെയിൽ നമ്മൾ ക്രിയേറ്റിംഗ് പോർഷനിലേക്ക് വരുന്ന സമയത്ത് ക്ലിയർ ആവും. യു വിൽ അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ദ advantages while we are seeing about the steps for creating an email. Okay, just wind up the session. Read the chapter 2 to 3 times till I have taken now. Okay, thank you.